നമസ്കാരം, ഞാൻ ഉമേഷ് വിരാമൻ. വാർത്താമഴയിലേക്ക്. ഛത്തീസ്ഗഡിലെ കാങ്കറിലുണ്ടായ ഏറ്റുമുട്ടലിൽ മുതിർന്ന മാവോയിസ്റ്റ് നേതാവടക്കം 29 പേരെ വധിച്ചു. ഏറ്റുമുട്ടലിൽ 3 പോലീസുകാർക്ക് പരിക്കേറ്റു. AK-47 ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ പിടിച്ചെടുത്തു. ന്യൂസ് ഡെസ്കിൽ നിന്ന് സുഹേൽ മുഹമ്മദ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സുഹേൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, ഛത്തീസ്ഗഡിലെ കാങ്കർ ജില്ലയിലെ ബിനഗുഡ മേഖല എന്ന് പറയുന്നത് വലിയ രീതിയിൽ മാവോയിസ്റ്റ് സ്വാധീനമുള്ള മേഖലയാണ്. ഈ മേഖലകളിൽ ഈ ബിനഗുഡ ഗ്രാമപ്രദേശത്തോട് ചേർന്നുള്ള വനപ്രദേശത്ത് രാവിലെ മുതൽ BSFും ഈ മാവോയിസ്റ്റ് വിരുദ്ധ സ്ക്വാഡും പോലീസും ചേർന്ന് മാവോയിസ്റ്റുകൾക്കായി തെരച്ചിൽ തുടങ്ങിയിരുന്നു. ഏകദേശം ഉച്ചയോടുകൂടി 2 മണിയോടുകൂടിയാണ് ഏറ്റുമുട്ടൽ തുടങ്ങുന്നത്. വനാതിർത്തി കടന്ന് ഉൾവനത്തിലേക്ക് ചേർന്നുകൊണ്ട് ഈ മാവോയിസ്റ്റുകൾക്കായുള്ള തെരച്ചിൽ നടക്കുന്നതിനിടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ഇപ്പോഴും ആ മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. റിപ്പോർട്ടുകൾ അത്തരത്തിലാണ് വരുന്നത്. നിലവിൽ വിവരം ലഭിക്കുമ്പോൾ 29 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകളുള്ളത്. 3 ഉദ്യോഗസ്ഥർക്കും ഈ സുരക്ഷാ സേന ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2 പേരുടെ നില തൃപ്തികരമാണ്. പക്ഷേ ഒരാളുടെ ആരോഗ്യനില അല്പം ഗുരുതരമാണെന്ന റിപ്പോർട്ടുകൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, മാവോയിസ്റ്റുകളുടെ മുതിർന്ന നേതാവ് ശങ്കർ റാവു, ഈ ശങ്കർ റാവുവിന് സർക്കാർ 25 ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ട നേതാവാണ്. ശങ്കർ റാവുവും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്ന വിവരം പുറത്തു വരുന്നു. ഇതോടൊപ്പം ഏറ്റുമുട്ടലിൽ വലിയ രീതിയിലുള്ള ആയുധശേഖരം മാവോയിസ്റ്റുകളുടെ ഈ സുരക്ഷാ സേന പിടിച്ചെടുത്തിട്ടുണ്ട്. AK-47 തോക്കുകൾ, ഒപ്പം IED ബോംബ് നിർമ്മിക്കാനുള്ള ഈ സാമഗ്രികളും അതിനോടൊപ്പം വയർലെസ് സെറ്റുകളും ഈ സുരക്ഷാ സേന പിടിച്ചെടുത്തു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഈ പറയുന്ന ബിനഗുഡ മേഖല എന്ന് പറഞ്ഞ നിരന്തരം ഇത്തരത്തിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും ഏറ്റുമുട്ടുന്ന ഒരു മേഖലയാണ്. ഫെബ്രുവരിയിൽ നടന്ന ഏറ്റുമുട്ടലിൽ 3 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചിരുന്നു. കഴിഞ്ഞ മാസം മാർച്ചിലും ഒരു മാവോയിസ്റ്റിനെ വധിച്ചിരുന്നു. ഈ മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിന്റെ തുടർച്ചയാണ് ഇന്ന് ബിനഗുഡിൽ ഉണ്ടായിരിക്കുന്നത്. സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ഏറ്റുമുട്ടൽ എന്ന് ബസ്തർ IG അടക്കം ഇതിനെ വ്യക്തമാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എത്രത്തോളം വ്യാപ്തിയിലുള്ള ഒരു ഏറ്റുമുട്ടൽ അവിടെ നടന്നെന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒപ്പം ഈ ഛത്തീസ്ഗഡിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടക്കാനിരിക്കെ പ്രദേശത്ത് മേഖലയിൽ വലിയ രീതിയിൽ സുരക്ഷാ വിന്യാസം കൂടി ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോഴും മാവോയിസ്റ്റുകൾക്കുള്ള തെരച്ചിൽ ഉൾവന പ്രദേശങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഉന്മേഷ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, സുഹേൽ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഡ്യൂട്ടിക്കിടെ മദ്യപിച്ച KSRTCയിലെ 100 ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി. 74 സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. 26 താൽക്കാലിക ജീവനക്കാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തു. KSRTC വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് നടപടി. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാ, എന്തൊക്കെയാണ് അച്ചടക്ക നടപടി സംബന്ധിച്ച വിശദാംശങ്ങൾ? ഉന്മേഷ്, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് KSRTC CMDയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു. അതായത് KSRTCയിൽ ജോലിക്കെത്തുന്ന എല്ലാ ജീവനക്കാരെയും, അതായത് വനിതകൾ ഒഴികെയുള്ള എല്ലാ ജീവനക്കാരെയും ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിച്ചതിന് ശേഷം മാത്രം ജോലിക്ക് അനുവദിക്കുക എന്നുള്ളൊരു ഉത്തരവ് KSRTC CMDയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഈ ഉത്തരവ് പ്രകാരം തന്നെ വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ അന്വേഷണം നടത്തണമെന്നും CMDയുടെയും അതുപോലെ തന്നെ ഗതാഗത മന്ത്രിയുടെയും ഉത്തരവുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഈ മാസം 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ നടത്തിയ അന്വേഷണത്തിൽ KSRTCയിലെ 60 യൂണിറ്റുകളിലായി നടത്തിയ അന്വേഷണത്തിൽ 100 ജീവനക്കാർക്കെതിരെ ഇത്തരത്തിൽ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നത്. KSRTCയിലെ സ്ഥിരം ജീവനക്കാരായ 74 ജീവനക്കാരെ ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം 26 താത്കാലിക ജീവനക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സർവീസിൽ നിന്ന് പുറത്താക്കിയിട്ടുമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ശക്തമായ നടപടികൾ അതുപോലെ തന്നെ വലിയ പരിശോധനകളൊക്കെ KSRTCയുടെ വിജിലൻസ് വിഭാഗത്തിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതരും വ്യക്തമാക്കുന്നത്. ശരി, അഖിൽ ഷാ അൻസാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നീക്കങ്ങൾ വേഗത്തിലാക്കി ED. മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ നടപടികൾ വേഗത്തിലാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL ചീഫ് ജനറൽ മാനേജർ P. സുരേഷ് കുമാറിനെയും മുൻ കാഷ്യർ വാസുദേവനെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയാണ്. മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട രേഖകൾ CMRL EDക്ക് കൈമാറി. ED സമൻസിനെതിരെ CMRL MD ശശിധരൻ കർത്തയും ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയെ സമീപിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ CMRL ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ KS സുരേഷ് കുമാർ, സീനിയർ മാനേജർ NC ചന്ദ്രശേഖരൻ, സീനിയർ IT ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിള എന്നിവരെയാണ് ED ചോദ്യം ചെയ്തത്. തിങ്കളാഴ്ച രാവിലെ കൊച്ചിയിലെ ED ഓഫീസിലെത്തിയ ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ 11 മണിയോടെയാണ് മടങ്ങിയത്. ചോദ്യം ചെയ്യലിൽ മാനസികമായി പീഡിപ്പിച്ചെന്ന് കാണിച്ചാണ് CMRL ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയെ സമീപിച്ചത്. നിയമവിരുദ്ധമായി ED തടങ്കലിൽ വെച്ചെന്നും CMRL ഉദ്യോഗസ്ഥർ ആരോപിച്ചു. തടങ്കലിൽ വെച്ചതല്ലെന്നും ചോദ്യം ചെയ്തതാണെന്നും ED മറുപടി നൽകി. ഹർജി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. CMRL ചീഫ് ജനറൽ മാനേജർ P. സുരേഷ് കുമാറിനെയും മുൻ കാഷ്യർ വാസുദേവനെയുമാണ് ED ഇന്ന് ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട CMRL MD ശശിധരൻ കർത്തയ്ക്ക് വീണ്ടും ED നോട്ടീസ് നൽകി. നോട്ടീസ് ചോദ്യം ചെയ്ത
കർത്തയും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്നും ചോദ്യാവലി അയച്ചു തന്നാൽ മറുപടി നൽകാമെന്നും ശശിധരൻ കർത്ത EDയെ അറിയിച്ചു. 24 കൊച്ചി. മാസപ്പടി വിവാദത്തിൽ മകളെ ചോദ്യം ചെയ്യുമെന്ന ഭയമുണ്ടോ എന്ന ചോദ്യത്തിന് ക്ഷുഭിതനായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. അങ്ങനെയാണെങ്കിൽ മകളിലേക്ക് ഈ അന്വേഷണം എത്തും അല്ലെങ്കിൽ നോട്ടീസൊക്കെ കൊടുത്തും ചോദ്യം ചെയ്യുമെന്നൊരു തോന്നലുണ്ടോ? നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചിരിക്കുന്നു, ഞാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം നിങ്ങളോട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ആ തോന്നലും കൊണ്ട് നിങ്ങൾ നടക്ക്, ബാക്കി നമുക്ക് പിന്നീട് പറയാം. ED ഒന്ന് നോക്കിയാൽ പേടിക്കുന്നവരായി കോൺഗ്രസ്സുമാർ മടിയിൽ കനമുള്ളവരാണ്. എന്നാൽ കേരളത്തിലെ LDF സർക്കാരിനെ അങ്ങ് അസ്ഥിരപ്പെടുത്തി കളയാൻ വേണ്ടി പ്രധാനമന്ത്രിയും കൂട്ടരും ED ഇറക്കുന്നുണ്ടല്ലോ. കേരളത്തിലെ LDF സർക്കാരിനെ അങ്ങ് ഭയപ്പെടുത്തി കളയാൻ വേണ്ടി പഴിച്ചു വിട്ടിരിക്കുക. ആ ഭീഷണി നടത്തുന്ന നരേന്ദ്രമോദിയും കൂട്ടരും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പേടിപ്പിച്ചാൽ അങ്ങ് ഇളകിപ്പോകുന്നവരല്ല കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനവും ഇടതുപക്ഷ സർക്കാരും എന്നുള്ളതാണ്. കൊള്ളേണ്ടടുത്ത് കൊണ്ടുവന്നാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവനയിൽ നിന്നും ബോധ്യമാവുന്നത്. അതിനൊന്നും മറുപടി പറയാതെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ BJPക്കെതിരെ തിരിഞ്ഞിരിക്കുക. ഇവന് വീണ്ടും തിരിച്ചടി. നടിയാക്രമിച്ച കേസിൽ ദിലീപിന് വീണ്ടും കോടതിയിൽ തിരിച്ചടി. ജില്ലാ ജഡ്ജി തയ്യാറാക്കിയ വസ്തുതാന്വേഷണ റിപ്പോർട്ടിലെ മൊഴിപ്പകർപ്പ് അതിജീവിതയ്ക്ക് നൽകരുത് എന്ന ഹർജി ഹൈക്കോടതി തള്ളി. ഉത്തരവിൽ ഇടപെടാൻ കാരണങ്ങളില്ലെന്ന് വിലയിരുത്തിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. വസ്തുതാന്വേഷണ റിപ്പോർട്ടിലെ സാക്ഷിമൊഴി പകർപ്പ് അതിജീവിതയ്ക്ക് നൽകാനുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്തായിരുന്നു ദിലീപിന്റെ അപ്പീൽ. തീർപ്പാക്കിയ ഹർജിയിൽ പുതിയ ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്ന് ദിലീപ് കോടതിയിൽ വാദിച്ചു. അതിജീവിതയ്ക്ക് മൊഴിപ്പകർപ്പ് നൽകണമെന്ന ഉത്തരവിൽ സിംഗിൾ ബെഞ്ച് തന്റെ എതിർപ്പ് രേഖപ്പെടുത്തിയില്ലെന്നും ദിലീപ് കോടതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ മൗലികാവകാശം ലംഘിക്കപ്പെട്ടതിനാലാണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്നും മൊഴി നൽകേണ്ടതില്ലെന്ന് പറയാൻ പ്രതിക്ക് അവകാശമില്ലെന്നും അതിജീവിത കോടതിയിൽ മറുപടി നൽകി. വസ്തുതാന്വേഷണ റിപ്പോർട്ടിലെ മൊഴികൾ അറിയാൻ ഹർജിക്കാരി എന്ന നിലയിൽ തനിക്ക് അവകാശമുണ്ടെന്നും അതിജീവിത വ്യക്തമാക്കി. പിന്നാലെ കേസിൽ വിശദവാദം കേട്ട കോടതി ദിലീപിന്റെ ഹർജി തള്ളി. ജസ്റ്റിസുമാരായ N നഗരേഷ്, PM മനോജ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് അപ്പീൽ പരിഗണിച്ചത്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുന്നതിനിടെ പരാതിപ്പോരും. വടകരയിലും ആറ്റിങ്ങലിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നീക്കം എന്നാരോപിച്ച് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ചു. ഷാഫി പറമ്പിലിന്റെ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. KK ശൈലജയ്ക്കെതിരെ സൈബർ ആക്രമണം UDF അറിവോടെയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. BJP പ്രകടന പത്രികയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി നടത്തിയത്. നരേന്ദ്രമോദി സർക്കാരിന്റെ 10 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് മുന്നിൽ വെക്കാൻ BJPക്ക് ധൈര്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 10 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ BJPക്ക് ധൈര്യമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ദീപിക മുഖപത്രത്തിൽ ഇന്നും വിമർശനമുയർന്നു. ഇലക്ട്രൽ ബോണ്ടിന്റെ ഇരുണ്ട മൂലയിൽ ഇരുന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി അഴിമതിക്കെതിരെ സംസാരിക്കുന്നതെന്ന് മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുന്നു. അതേസമയം മുഖ്യമന്ത്രിക്ക് സർക്കാർ നേട്ടങ്ങൾ പറഞ്ഞ് വോട്ട് ചോദിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പരിഹാസം. സർക്കാരിന്റെ നേട്ടങ്ങളെ പറ്റി മിണ്ടുന്നില്ല, മൈക്ക് പോലും മുഖ്യമന്ത്രിയോട് പ്രതിഷേധിക്കുക. ചിലപ്പോൾ അദ്ദേഹം തന്നെ മൈക്ക് ഒടിച്ചിരുന്നു. അത് കണ്ട് ഘടകകക്ഷി നേതാക്കന്മാർ ചെന്ന് മൈക്ക് നന്നാക്കും. ജോസ് കെ മാണിക്കുള്ള ഏക ജോലി ഇപ്പം അതാണ്. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ LDF സ്ഥാനാർത്ഥി KK ശൈലജ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. നവമാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചാരണം നടത്തുന്നുവെന്നാരോപിച്ചാണ് പരാതി. വടകര കള്ളവോട്ട് ആരോപണത്തിൽ ഷാഫി പറമ്പിലിന്റെ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. KK ശൈലജയ്ക്കെതിരെ അശ്ലീലം പ്രചരിപ്പിച്ച് സൈബർ ആക്രമണം നടത്താനുള്ള UDF ശ്രമം കേരളത്തിൽ വിലപ്പോവില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇത് UDF നേതൃത്വമോ സ്ഥാനാർത്ഥിയോ അറിയാതെ നടത്തുന്ന ഒന്നല്ലെന്ന് വളരെ വ്യക്തമാണ്. ഒരു മറയുമില്ലാതെ സ്വന്തം ഐഡികളിൽ നിന്നാണ് UDF പ്രവർത്തകർ ഈ പ്രചരണം നടത്തുന്നത്. രാജ്യത്ത് BJP തരംഗമോ മോദി തരംഗമോ ഇല്ലെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. അതിനിടെ BJPയെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താൻ വലിയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് വെൽഫെയർ പാർട്ടി പ്രസിഡന്റ് പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ച് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ 2ാം ദിനം. ഇടതുപക്ഷത്തോട് ആശയപരമായി അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അവർ കുടുംബാംഗങ്ങളാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ പര്യടനത്തിന് മറുപടി നൽകാൻ ഇടതുമുന്നണി ജനമഹാസാഗരം റോഡ് ഷോ സംഘടിപ്പിച്ചു. INLന്റെ പച്ചക്കൊടി വീശിയാണ് CPI നേതാവ് ബൃന്ദ കാരാട്ട് റോഡ് ഷോയിൽ പങ്കെടുത്തത്. 2ാം ദിനത്തിൽ തിരുവമ്പാടിയിൽ നിന്ന് ആരംഭിച്ച രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏറനാട്, നിലമ്പൂർ മണ്ഡലങ്ങൾ പിന്നിട്ട് വണ്ടൂരിൽ സമാപിച്ചു. വിവിധയിടങ്ങളിൽ ആയിരങ്ങളാണ് റോഡ് ഷോയുടെ ഭാഗമായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കുമെതിരെ രൂക്ഷ വിമർശനം. And the BJP, RSS and the Prime Minister are attacking the Constitution, attacking the value system, attacking the entire idea of India. He doesn't really have an understanding of what India is. ഇടതുപക്ഷത്തോട് ആശയപരമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അവർ കുടുംബാംഗങ്ങളെന്ന് രാഹുൽ ഗാന്ധി. To my brothers and sisters in the LDF, I disagree with you on ideology and I'm happy to have a discussion on ideology with you. But I want to tell you that you're from Wayanad and that means even if I disagree with you, you are like my family. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്ക് മറുപടി നൽകാൻ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ ജനമഹാസാഗരം റോഡ് ഷോ സംഘടിപ്പിച്ചു. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ കൊടികൾ ഉപേക്ഷിച്ചത് വിവാദമായിരിക്കെ INLന്റെ പച്ചക്കൊടി വീശിയാണ് CPIM PB അംഗം ബൃന്ദ കാരാട്ട് റോഡ് ഷോയിൽ പങ്കെടുത്തത്. This is the flag of the INL. അമേഠിയും റായ്ബറേലിയും ഉപേക്ഷിച്ച് രാഹുൽ എന്തിനാണ് വയനാട്ടിൽ വന്ന ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നതെന്നും ബൃന്ദ കാരാട്ട് ചോദിച്ചു. What about Amethi and Raebareli? Are the Congress leaders going to desert Amethi and Raebareli? CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഇടതു സ്ഥാനാർത്ഥി ആനി രാജയ്ക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തു. വയനാട് ബ്യൂറോയ്ക്കൊപ്പം 24 മലപ്പുറം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. ഉത്തർപ്രദേശ്, തമിഴ്നാട്, ബംഗാൾ അടക്കം 17 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ആദ്യഘട്ടത്തിലെ വോട്ടെടുപ്പ്. 102 ലോക്സഭാ മണ്ഡലങ്ങളാണ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത്. 1625 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഇതിൽ 134 പേർ വനിതാ സ്ഥാനാർത്ഥികളാണ്. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, കിരൺ റിജിജു എന്നിവരും കാർത്തി ചിദംബരം, കനിമൊഴി, ചിരാഗ് പാസ്വാൻ, നകുൽനാഥ് എന്നീ പ്രമുഖരും ആദ്യഘട്ടത്തിൽ ജനവിധി തേടും. തമിഴ്നാട്ടിലെ 39 ലോക്സഭാ സീറ്റുകളും ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഉൾപ്പെടുന്നു. വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടന്നതോടെ ആരോപണങ്ങൾ കടുപ്പിക്കുകയാണ് മുന്നണികൾ. മണ്ഡല പുനഃക്രമീകരണങ്ങളുടെ പേരിൽ തമിഴ്നാടിനെ ദുർബലപ്പെടുത്താൻ BJP സർക്കാർ ശ്രമിക്കുകയാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആരോപിച്ചു. കേന്ദ്ര നീക്കത്തിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും MK സ്റ്റാലിൻ എക്സിൽ കുറിച്ചു. ആദ്യഘട്ട വോട്ടെടുപ്പ് പടിവാതിക്കലെത്തിയിട്ടും മഹാരാഷ്ട്രയിലെ കോൺഗ്രസിൽ തർക്കങ്ങൾ അവസാനിച്ചിട്ടില്ല. ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ച് പ്രാദേശിക നേതൃത്വം നിസ്സഹകരണം തുടരുകയാണ്. രമേശ് ചെന്നിത്തലയും PCC അധ്യക്ഷനും നടത്തിയ അനുനയ നീക്കങ്ങൾ ഫലം കണ്ടില്ല. ഇതിനിടെ വിവാദ പ്രസംഗത്തിൽ കർണാടക മുൻ മുഖ്യമന്ത്രിയും JDS നേതാവുമായ HD കുമാരസ്വാമിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് പരാതി നൽകി. കോൺഗ്രസിന്റെ ക്ഷേമ പദ്ധതികൾ സ്ത്രീകളെ വഴിതെറ്റിച്ചെന്നായിരുന്നു വിവാദ പരാമർശം. മാണ്ഡ്യയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയായിരുന്നു പ്രസംഗം. വനിതാ കമ്മീഷൻ കുമാരസ്വാമിക്ക് നോട്ടീസ് അയച്ചിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 ചെന്നൈ. ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി ജോയിസ് ജോർജിനെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്ത UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് ഡീൻ വോട്ട് ചെയ്തു എന്നാരോപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ജോയിസ് പങ്കുവച്ച വീഡിയോയ്ക്കെതിരെയാണ് നടപടി. വീഡിയോ പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ജോയിസിന് നേരത്തെ ഡീൻ കുര്യാക്കോസ് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. അഡ്വക്കേറ്റ് ശ്രീജ വിജയലക്ഷ്മിയെ കേരള ഹൈക്കോടതി ജഡ്ജിയായി സുപ്രീം കോടതി കൊളീജിയം ശുപാർശ ചെയ്തു. നേരത്തെ നൽകിയ പട്ടികയിൽ നിന്ന് ശ്രീജ വിജയലക്ഷ്മിയുടെ പേര് ഒഴിവാക്കിയിരുന്നു. ശ്രീകാന്ത് ഉണ്ട് കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി. ശ്രീകാന്ത്, വിശദാംശങ്ങൾ. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത അത് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഇപ്പോൾ കിട്ടുന്നതനുസരിച്ച് അഡ്വക്കേറ്റ് ശ്രീജ വിജയലക്ഷ്മി കേരള ഹൈക്കോടതിയുടെ പുതിയ ജഡ്ജായി സുപ്രീം കോടതി കൊളീജിയം ശുപാർശ നൽകിയിരിക്കുന്നു. ഈ ശുപാർശ ഇനി കേന്ദ്ര സർക്കാർ അംഗീകരിക്കേണ്ടതുണ്ട്. കേന്ദ്ര നിയമ മന്ത്രാലയം ഇതിന് അംഗീകാരം നൽകണം. അതിനുശേഷം അവർക്ക് കേരള ഹൈക്കോടതിയിലെ അഡീഷണൽ ജഡ്ജായി നിയമനം ലഭിക്കുകയും ചെയ്യും. നേരത്തെ ഇവിടെ നിന്നും പോയ 7 പേരുടെ പട്ടിക ഉണ്ടായിരുന്നു. അതിൽ ഒരാളായിരുന്നു ശ്രീജ വിജയലക്ഷ്മി. പക്ഷേ അതിൽ 6 പേരെ നിയമിക്കുകയും ഒരാളെ ഒഴിവാക്കുകയും ചെയ്തു. അത് ശ്രീജ വിജയലക്ഷ്മി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രീജ വിജയലക്ഷ്മിക്കും നിയമനം വരുന്നു. സുപ്രീം കോടതി കൊളീജിയം അവരെ ഹൈക്കോടതി ജഡ്ജായി നിയമിക്കാൻ ശുപാർശ ചെയ്തിരിക്കുന്നു.
എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന്. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂരിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കീത്. 24-ന്റെ മീറ്റ് ദ കാൻഡിഡേറ്റ് എന്ന അഭിമുഖ പരിപാടിയിൽ ഡോക്ടർ ശശി തരൂർ നടത്തിയ പരാമർശങ്ങളിലാണ് നടപടി. പണം നൽകി വോട്ടേഴ്സിനെ സ്വാധീനിക്കുന്നു എന്ന NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെതിരായ പരാമർശം തെളിയിക്കാൻ ഡോക്ടർ ശശി തരൂരിന് കഴിഞ്ഞില്ലെന്ന് കമ്മീഷൻ കണ്ടെത്തി. അതേസമയം 24-നെതിരായ പരാതിക്കാരുടെ ആരോപണങ്ങൾ കമ്മീഷൻ തള്ളിക്കളഞ്ഞു. ഡോക്ടർ ശശി തരൂരിന്റെ അഭിമുഖം സംപ്രേഷണം ചെയ്യുക മാത്രമാണ് ചാനൽ ചെയ്തതെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. വിവാദ സിനിമ ദ കേരള സ്റ്റോറിയുടെ പ്രദർശനം തടയണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. പ്രദർശനം തടയേണ്ടതില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതി അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹർജി തള്ളിയത്. നേതാക്കളുടെയും സ്ഥാനാർത്ഥികളുടെയും ജീവചരിത്രം പറയുന്ന പ്രീ റിലീസ് ചെയ്ത സിനിമകളുമായി ബന്ധപ്പെട്ട പരാതികൾ കമ്മീഷൻ മുൻകാലങ്ങളിൽ പരിഗണിച്ചിട്ടുണ്ടെന്നും ദ കേരള സ്റ്റോറി അതിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി. കമ്മീഷന്റെ നിലപാട് അംഗീകരിച്ച് കോടതി ഹർജി തള്ളുകയായിരുന്നു. കരുവന്നൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കരുവന്നൂരിൽ കള്ളം പറയേണ്ട കാര്യമില്ലെന്നും കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കുകയാണ് BJPയുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. അതേസമയം CPIM അക്കൗണ്ട് മരവിപ്പിച്ചതിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ആദായ നികുതി വകുപ്പിന് മറുപടി നൽകി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കരുവന്നൂരിൽ CPIMനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഇതിന്റെ മറുപടി എന്ന നിലയിലാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വിമർശനം. കരുവന്നൂരിൽ തങ്ങൾക്ക് കള്ളം പറയേണ്ട കാര്യമില്ലെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി പറയുന്ന കാര്യം എന്തെന്ന് പ്രധാനമന്ത്രി പരിശോധിച്ചാൽ മതിയെന്ന് ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കുകയാണ് BJPയുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സാധാരണഗതിയിൽ കള്ളം പറഞ്ഞ ശീലം എനിക്കില്ല. അതെങ്ങനെയാണ് ബാധകമാവുക എന്ന് അദ്ദേഹം തന്നെ പരിശോധിച്ച് നോക്കിയാൽ മതി. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങളായാലും അവയെല്ലാം നടപ്പിലാക്കുന്ന രീതിയാണ് ഞങ്ങൾ സ്വീകരിക്കും. കേരളത്തിലെ സഹകരണ മേഖലയോട് BJPക്ക് അതിൻ്റെതായ ഒരു നിലപാടുണ്ട്. കേരളത്തെ തകർക്കുക എന്ന നിലപാടിന്റെ ഭാഗം തന്നെയാണ്. ഇതിനിടെ CPIM അക്കൗണ്ട് മരവിപ്പിച്ചതിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ആദായ നികുതി വകുപ്പിന് മറുപടി നൽകി. ആദായ നികുതി റിട്ടേണിൽ അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടുത്താത്തത് സംബന്ധിച്ച വിശദീകരണമാണ് നൽകിയത്. കേന്ദ്ര കമ്മിറ്റിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് നിലപാട് അറിയിച്ചത്. 24 കൊച്ചി. സിവിൽ സർവീസസ് പരീക്ഷയിൽ നേട്ടം കൊയ്ത് മലയാളികൾ. എറണാകുളം സ്വദേശി PK സിദ്ധാർത്ഥ് രാംകുമാറിന് 4ാം റാങ്ക്. വീട്ടുകാർ അറിയാതെയാണ് സിദ്ധാർത്ഥ് പരീക്ഷ എഴുതിയതെന്ന് കുടുംബം 24നോട് പറഞ്ഞു. ആശിഷ് കുമാർ 8ാം റാങ്കും വിഷ്ണു ശശികുമാർ 31ാം റാങ്കും നേടി. ലക്നൌ സ്വദേശി ആദിത്യ ശ്രീവാസ്തവയ്ക്കാണ് 1ാം റാങ്ക്. സിവിൽ സർവീസസ് പരീക്ഷാഫലത്തിന്റെ ആദ്യ 100-ൽ ഇത്തവണ 10-ലധികം മലയാളികൾ ഇടം പിടിച്ചു. എറണാകുളം പള്ളിമുക്ക് സ്വദേശി PK സിദ്ധാർത്ഥ് രാംകുമാറാണ് ഇത്തവണത്തെ താരം. കഴിഞ്ഞ തവണ 121ാം റാങ്ക് നേടി IPS കരസ്ഥമാക്കിയ സിദ്ധാർത്ഥ് ഇത്തവണ ലക്ഷ്യം വെച്ചത് സിവിൽ സർവീസസ് തന്നെ. വലിയ സന്തോഷമെന്ന് കുടുംബം. സിദ്ധാർത്ഥ് ആക്ച്വലി ഇപ്രാവശ്യം എഴുതിയായിരുന്നെങ്കിൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. സിദ്ധാർത്ഥ മിനിസ്ട്രി ഓഫ് ടെലികോം ആൻഡ് പോസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 22-ൽ IPS കിട്ടി. 23-ൽ റാങ്ക് ഇംപ്രൂവ് ചെയ്തു. പക്ഷെ റാങ്ക് ഇംപ്രൂവ് ചെയ്തെങ്കിലും അയാളുടെ ഇനിഷ്യൽ കേഡർ അലോട്ട്മെന്റ് വെസ്റ്റ് ബംഗാൾ കേഡർ ആയിരുന്നു. വെസ്റ്റ് ബംഗാൾ IPS കേഡർ അലോട്ട്മെന്റ് ദാറ്റ് റിമെയിൻ ഫൈനൽ. 24-ൽ ഇപ്രാവശ്യം ബിക്കോസ് ഹി ഗോട്ട് എ ബെറ്റർ റാങ്ക് ഐ തിങ്ക് ഹി വിൽ ബി ഏബിൾ ടു മൂവ് ഇൻടു IAS. 71ാം റാങ്ക് നേടിയ തിരുവനന്തപുരം സ്വദേശി ഫാബി റഷീദും 24മായി അനുഭവങ്ങൾ പങ്കുവച്ചു. ആദ്യത്തെ 100-നുള്ളിൽ വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രതീക്ഷയില്ല. ബിക്കോസ് UPSC എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു 100-നുള്ളിൽ വരണം. വിഷ്ണു ശശികുമാർ 31ാം റാങ്കും അർച്ചന PP 40ാം റാങ്കും രമ്യ R 45ാം റാങ്കും കരസ്ഥമാക്കി. ബെഞ്ചോ P ജോസ് 59, കസ്തൂരി ഷാ 68, പ്രശാന്ത് S 78, ആനി ജോർജ് 93 എന്നിവരും ആദ്യ 100 റാങ്കിൽ ഇടം പിടിച്ചു. ഭയങ്കര സന്തോഷമുണ്ട്. സന്തോഷത്തിനേക്കാളും കൂടുതൽ റിലീഫാണ്. കാരണം നമ്മൾ ഇത്രയും പ്രിപ്പയർ ചെയ്തതിനൊരു ഒരു ഫലം കിട്ടി എന്നുള്ളത് സന്തോഷമുള്ള ഭയങ്കര റിലീഫുണ്ട്. കൂടാതെ ഞാൻ ഫോർച്യൂണിൽ സെപ്റ്റംബർ ബാച്ചിലാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ അതിനുശേഷം പിന്നെ അവിടുത്തെ പ്രിലിംസ് ടെസ്റ്റ് സീരീസൊക്കെ ഫോളോ ചെയ്തിട്ട് ആണ് പ്രിലിംസ് എഴുതിയിട്ടുള്ളത്. പിന്നെ മെയിൻസ് ടെസ്റ്റ് സീരീസിനും ഇന്റർവ്യൂ പ്രിപ്പറേഷനും ഒക്കെ അവിടെ അസോസിയേറ്റഡ് ആയിരുന്നു. തിരുവനന്തപുരം ഫോർച്യൂൺ അക്കാഡമിയിൽ നിന്ന് 25 പേരാണ് സിവിൽ സർവീസസ് റാങ്കിൽ ഇടം നേടിയത്. 24 കൊച്ചി. ഗൾഫ് രാജ്യങ്ങളിൽ കനത്ത മഴ. ഒമാനിൽ മഴയിൽ 10 കുട്ടികൾ ഉൾപ്പെടെ മരിച്ചവരുടെ എണ്ണം 18ആയി. UAEയിൽ വിവിധയിടങ്ങളിൽ വെള്ളം കയറി. നാളെ വൈകിട്ട് വരെ ഇവിടെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ മഴ ബാധിച്ചു. ബഹ്റൈനിൽ മഴയിൽ മലയാളികളുടെ ഉൾപ്പെടെ വ്യാപാര സമുച്ചയങ്ങളിലും മനാമ സെൻട്രൽ മാർക്കറ്റിലും വെള്ളം കയറി. ഗൾഫ് നാടുകളിലെങ്ങും അതിശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. UAEയിൽ 7 എമിറേറ്റുകളിലും ഇന്നലെ മുതൽ മഴ നിർത്താതെ പെയ്യുകയാണ്.
പലയിടത്തും റോഡുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം നിറഞ്ഞ് ഗതാഗതം താറുമാറായി. പലയിടങ്ങളിലും വാഹനങ്ങളിലും വീടുകളിലും വെള്ളം കയറി. ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെയും മഴ കാര്യമായി ബാധിച്ചു. ഇന്ന് നടത്തേണ്ടിയിരുന്ന 17 വിമാന സർവീസുകൾ റദ്ദാക്കി. 3 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. വ്യാവസായിക മേഖലകളിലാണ് മഴ കൂടുതൽ ദുരിതം വിതയ്ക്കുന്നത്. ഷാർജയിൽ പല കമ്പനികളുടെയും വെയർഹൌസുകൾ പലതും വെള്ളത്തിനടിയിലായി. അലൈൻ, റാസൽ ഖൈമ എന്നിവിടങ്ങളിൽ റോഡ് തകർന്നു. സ്കൂളുകളിൽ ഇന്നും നാളെയും പഠനം ഓൺലൈനിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാ സർക്കാർ ജീവനക്കാർക്കും വർക്ക് ഫ്രം ഹോം സ്വീകരിക്കണമെന്ന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഒമാനിലും അതിശക്തമായ മഴ തുടരുകയാണ്. ഒരു മലയാളി ഉൾപ്പെടെ 18 പേർക്കാണ് ഒമാനിൽ ഇതുവരെ മഴക്കെടുതിയിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ഇതിൽ 10 പേർ കുട്ടികളാണ്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ദോഫാർ, അൽ വുസ്ത ഒഴികെയുള്ള എല്ലാ ഗവർണറേറ്റുകളിലെയും എല്ലാ സ്കൂളുകൾക്കും നാളെയും അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ബഹ്റിനിലെ വിവിധ മേഖലകളിലും മഴ തുടരുകയാണ്. ബഹ്റിനിൽ മഴയിൽ മലയാളികളുടെ ഉൾപ്പെടെ വ്യാപാര സമുച്ചയങ്ങളിലും മനാമ സെൻട്രൽ മാർക്കറ്റിലും വെള്ളം കയറിയിട്ടുണ്ട്. ഷെയ്ഖ് ഖലീഫ ബിൻ സൽമാൻ സ്ട്രീറ്റ് റൗണ്ട് അബൌട്ട്, ബുരി ടണൽ, അൽബത്ത സ്ട്രീറ്റ്, അൽ ഖത്തെ സ്ട്രീറ്റ് ടണൽ, ഷെയ്ഖ് സൽമാൻ സ്ട്രീറ്റ്, ഈസ ടൗൺ ഗേറ്റ് ടണൽ എന്നിവിടങ്ങളിലെല്ലാം മഴവെള്ളം കെട്ടിക്കിടക്കുകയാണ്. അസ്ഥിര കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ബഹ്റിനിലെ സ്കൂളുകളും കോളേജുകളും അടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ട് നീക്കം ചെയ്യാനുള്ള നടപടികൾ പലയിടത്തും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. നാളെ രാവിലെ വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. 24 ദുബായ്. കേരളത്തിൽ ഉയർന്ന ചൂടിനൊപ്പം വേനൽ മഴയും സജീവമാകാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മലയോര മേഖലകളിൽ ഇന്നും നാളെയും വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം 11 ജില്ലകളിൽ ഇന്നും നാളെയും ഉയർന്ന താപനില മുന്നറിയിപ്പായ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സുഗന്ധഗിരി മരമുറിക്കലിൽ വയനാട് DFO ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗുരുതര കണ്ടെത്തലുകൾ. ഉദ്യോഗസ്ഥർ വനം കൊള്ളയ്ക്ക് ഒത്താശ ചെയ്തു എന്നാണ് അന്വേഷണ റിപ്പോർട്ട്. മേൽനോട്ട ചുമതലകളിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർ മരമുറിക്കാരിൽ നിന്ന് പണം വാങ്ങി. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ 24നോട് പറഞ്ഞു. വയനാട്ടിലെ വനം കൊള്ളയിൽ ഉദ്യോഗസ്ഥർക്ക് നിർണായക പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് വനം വിജിലൻസ് മേധാവിയുടെ റിപ്പോർട്ട്. PCCF ഡോക്ടർ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളാണ്. ജീവന് ഭീഷണിയാകുന്ന 20 മരം മുറിക്കാൻ പെർമിറ്റ് നൽകിയതിന്റെ മറവിൽ 216 വൻമരങ്ങൾ മുറിച്ചു കടത്തി. അതിന് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തു. ഉദ്യോഗസ്ഥർ മരം മുറിക്കാരിൽ നിന്നും പണം പറ്റിയെന്നും ഉന്നത ഉദ്യോഗസ്ഥർ നടപടിയെടുക്കാതെ സഹായിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട്. DFO A ഷജനയ്ക്കും റേഞ്ച് ഓഫീസർ നീതുവിനുമെതിരെ റിപ്പോർട്ടിൽ നടപടിക്ക് ശുപാർശ ചെയ്യുന്നു. ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എന്നിവർക്കെതിരെയും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. 30ഓളം വനം ഉദ്യോഗസ്ഥർ 24 മണിക്കൂറും നിരീക്ഷണം നടത്തുന്ന സ്ഥലത്ത് വൻ മരമുറി നടന്നുവെന്നത് ഏറെ ഗുരുതരമാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ 24നോട് പറഞ്ഞു. 18 പേരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. നിയമാനുസൃതമായി എന്തെല്ലാം നടപടികളാണോ സ്വീകരിക്കേണ്ടത് കർശനമായി തന്നെ ആ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് വിജിലൻസ് മേധാവിക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. സുഗന്ധഗിരി വനം കൊള്ളയിൽ വനം വിജിലൻസ് മേധാവിയുടെ നേതൃത്വത്തിൽ വടക്കൻ ജില്ലയിലെ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി പ്രത്യേക അന്വേഷണ സംഘത്തിന് മന്ത്രി നേരിട്ടാണ് നേരത്തെ നിർദ്ദേശം നൽകിയത്. നമ്മുടെ നാടിന്റെ പച്ചപ്പില്ലാതാക്കാൻ, വനം കൊള്ളയടിക്കാൻ വനം വകുപ്പിലെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ വനം മാഫിയക്കൊപ്പമുണ്ട് എന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ് വനം വിജിലൻസ് മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ നിർണായകമായുമുള്ളത്. ഒപ്പം വയനാട്ടിലെ DFO മുതൽ ഫോറസ്റ്റ് വാച്ചർ വരെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദം എങ്ങനെയാണ് ഇത്തരം വനം കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നത് എന്നും. ഏതായാലും ഇനി കർശനമായ നടപടിയാണ് വേണ്ടത്. ഈ നാടിന്റെ പച്ചപ്പ് സംരക്ഷിക്കാനുള്ള നടപടി. ക്യാമറാമാൻ പ്രജ്വൽ സുരേഷിനൊപ്പം ദീപക് ധർമ്മടം, 24. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഗർഭിണിക്ക് ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് നവജാത ശിശു മരിച്ച സംഭവത്തിൽ പരാതിയുമായി കുടുംബം. ആരോഗ്യവകുപ്പിൽ നിന്നോ പോലീസിൽ നിന്നോ നീതി ലഭിച്ചില്ല. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് കുടുംബം വ്യക്തമാക്കി. 4 മാസമായി വെന്റിലേറ്ററിലായിരുന്ന നവജാത ശിശു ഞായറാഴ്ചയാണ് മരിച്ചത്. നീതി നിഷേധത്തിന്റെയും ചികിത്സാ പിഴവിന്റെയും ഇരകളാണ് കോഴിക്കോട് പുതുപ്പാടി സ്വദേശികളായ ഗിരീഷ് ബിന്ദു ദമ്പതികൾ. 6 വർഷം കാത്തിരുന്നുണ്ടായ കുട്ടി കൃത്യമായി ചികിത്സ ലഭിക്കാതെ ഗുരുതരാവസ്ഥയിലാവുകയായിരുന്നു. 4 മാസം വെന്റിലേറ്ററിലായിരുന്ന കുഞ്ഞ് ഞായറാഴ്ചയാണ് മരിച്ചത്. സംഭവത്തിൽ ആരോഗ്യമന്ത്രി, DMO, താമരശ്ശേരി പോലീസ് എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും
നീതി ലഭിച്ചില്ലെന്ന് ബിന്ദുവും ഗിരീഷും പറയുന്നു. ഇവര് ചെയ്യാത്ത ഒരു കുഴപ്പം മാത്രം പറഞ്ഞു. 3 മണിക്കൂർ കുട്ടി സ്റ്റക്കായി. ഇവരൊക്കെ ഇവിടുന്ന് ടൈം കൊണ്ടുള്ള പ്രശ്നമാണ്. എന്നോട് താമരശ്ശേരിയുള്ള പോലീസുകാരെ വിളിച്ചിട്ട് പറഞ്ഞെന്താ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ ഡിസ്ചാർജ് ആയിട്ട് വരും, ഇങ്ങോട്ട് സ്റ്റേഷനിലേക്ക് വന്നിട്ട് നിങ്ങൾ മൊഴി കൊടുക്കാനാ പറഞ്ഞത്. കോടതിയെ സമീപിച്ച് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. കഴിഞ്ഞ ഡിസംബർ 13-നാണ് സംഭവം. പ്രസവവേദനയുമായി ബിന്ദുവിനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ ഗൈനക്കോളജി ഡോക്ടർ ഇല്ലെന്ന പേരിൽ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയച്ചു. ഇതിനിടെ കുട്ടി പുറത്തേക്ക് വരാതിരിക്കാൻ അടിവസ്ത്രം ഉപയോഗിച്ച് കെട്ടുകയും ചെയ്തു. ഇതുമൂലമാണ് കുട്ടിയുടെ തലയ്ക്ക് ക്ഷതമേറ്റത്. ചികിത്സയിലൂടെ കടക്കണിയിലായ ദമ്പതികൾ വാടക വീട് ഒഴിയേണ്ട അവസ്ഥയാണ്. 24 കോഴിക്കോട്. മലയാളികളുടെ ആഗോള ശൃംഖലയായ 24 കണക്റ്റിന്റെ ഭവന നിർമ്മാണ പദ്ധതിക്ക് തുടക്കമായി. പ്രമുഖ വ്യവസായി MA യൂസഫലി നിർമ്മിച്ചു നൽകുന്ന 5-ൽ 3 വീടുകളുടെ തറക്കല്ലിടൽ ചടങ്ങാണ് നടന്നത്. 24ന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ചാണ് നിർധനരായ 5 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകാനുള്ള പ്രഖ്യാപനമുണ്ടായത്. 24 കണക്റ്റിന്റെ ഈ ഉദ്യമത്തിന് എല്ലാ പിന്തുണയുമായി വ്യവസായി MA യൂസഫലിയും കൈകോർത്തു. 5 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നാണ് വാഗ്ദാനം. ഇതിൽ 3 വീടുകളുടെ നിർമ്മാണത്തിന് തുടക്കമായി. നിർധനർക്ക് കൈത്താങ്ങാവുന്ന 24ന്റെ ഇടപെടലിനെ അഭിനന്ദിച്ച് വ്യവസായി MA യൂസഫലി. ഇനീഷ്യേറ്റീവ് എടുത്ത് നിങ്ങളത് തറക്കല്ലിട്ട് ആ വീടുകൾ അവർക്ക് ഉടൻ തന്നെ പണിത് കൊടുത്ത് അവിടെ താമസിച്ചിട്ട് അവർ ദൈവത്തിന് നന്ദി പറയുമ്പോൾ അതിൻ്റെ ഒരു അംശം എനിക്കും എൻ്റെ ഒരു അംശം SKയ്ക്കും നിങ്ങളുടെ സ്ഥാപനങ്ങൾക്കും അതിൽ എല്ലാ ജോലിക്കാർക്കും കിട്ടും. കോട്ടയം, ആലപ്പുഴ ജില്ലകളിലാണ് ആദ്യഘട്ടത്തിലെ വീടുകൾ ഒരുങ്ങുന്നത്. ചെങ്ങളം സ്വദേശി അലീന മോഹനും കുടുംബത്തിനുമുള്ള വീടിന്റെ നിർമ്മാണത്തിന് വിഷുദിനത്തിൽ തുടക്കമായി. തിരുവാർപ്പ് പഞ്ചായത്ത് അംഗം വിനോദ്, അസറ്റ് ഹോംസ് ചീഫ് ടെക്നിക്കൽ ഓഫീസർ L മഹേഷ്, 24 കണക്ട് ജില്ലാ കോർഡിനേറ്റർ ബിനു, ഫ്ലവേഴ്സ് 24 വൈസ് പ്രസിഡന്റ് C ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒത്തിരി സന്തോഷമുണ്ട്. വർഷങ്ങളായിട്ട് ഒത്തിരി നാളായിട്ട് ഞങ്ങൾ ആ വീട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുമായിരുന്നു. വളരെ മോശം സാഹചര്യത്തിൽ ജീവിച്ച് ഇത്രയും മികച്ച രീതിയിൽ അവർക്ക് ജീവിതത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നതിൽ വളരെ സന്തോഷം. ഏറ്റവും നല്ല ചലഞ്ച് എന്ന് പറഞ്ഞാൽ സാധാരണ ഞങ്ങൾ ഫ്ലാറ്റ് ചെയ്യുന്ന പോലല്ല, ഞങ്ങളിപ്പോൾ കായംകുളം തൊട്ട് വയനാട് വരെയുള്ള സ്ഥലങ്ങളിലാണ് 24 കണക്റ്റുമായിട്ട് അസോസിയേറ്റ് ആയിട്ട് 5 വീടുകൾ ചെയ്യുന്നത്. അതിൻ്റെ ആയിട്ടുള്ള ചലഞ്ചുണ്ട്, അതിൻ്റെ ആയിട്ടുള്ള രസവും ഉണ്ട്. ആലപ്പുഴ കായംകുളം പത്തിയൂർ സ്വദേശി രജിത്ര മോഹനും കുടുംബത്തിനുമുള്ള വീടിന്റെ നിർമ്മാണത്തിനും തുടക്കമായി. ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും വീടെന്ന് പറയുന്നൊരു സ്വപ്നമാണ്. അപ്പോൾ ആ ഒരു സ്വപ്നത്തിലേക്ക് എനിക്ക് കൈപിടിച്ചുയർത്തിയ ഫ്ലവേഴ്സ് TV, അതുപോലെ തന്നെ യൂസഫലി സാറ്, അസറ്റ് ഹോംസ്, അതുപോലെ തന്നെ SKN സാർ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു അസറ്റായിട്ട് ഞാൻ കാണുന്നത്. നമുക്ക് എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് അതിൻ്റെ ഒരു സഹായ പദ്ധതിയെക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഭരണസമിതിയുമായി ആലോചിച്ച് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. സിനി കനീഷിനും കുടുംബത്തിനും വേണ്ടിയുള്ള വീട് കായംകുളം കരിയിലകുളങ്ങരയിലാണ് ഒരുങ്ങുന്നത്. അതിന് ഒരുപാട് നന്ദി. പറഞ്ഞറിയിക്കാൻ പറ്റാത്തില്ല, അതിലുപരി നന്ദി. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നത്. ഞങ്ങൾ ജീവിതത്തിൽ എന്നും ഒരു വലിയ കടപ്പാട് 24നും ഫ്ലവേഴ്സിനും യൂസഫലി സാറിനോടും ഞങ്ങൾക്ക് ജീവിതത്തിൽ എന്നും കാണും. അന്തി ഉറങ്ങുവാൻ വേണ്ടി ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഇടപെടൽ നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ആ വീടിന്റെ തറക്കല്ലിടിൽ കർമ്മം നടക്കുന്നത്. വൃക്ക തകരാറിലായിരുന്ന കനീഷിന് ഒരു വൃക്ക ദാനം നൽകിയത് അയൽവാസിയായ തുളസിയാണ്. സിനിക്കും കനീഷിനും വീടൊരുങ്ങുമ്പോൾ തുളസിയായിരുന്നു മുഖ്യാതിഥി. ഒരു 35ാമത്തെ വയസ്സിൽ തോന്നിയ ഒരു ആഗ്രഹം എനിക്കിത്, ഏതെങ്കിലും ഒരു അവയവം ആർക്കെങ്കിലും കൊടുക്കണമെന്ന്. പക്ഷെ അത് ഇത്രയും കൂടിയ ഡയാലിസിസ് ചെയ്ത ഒരു വ്യക്തിക്കായതുകൊണ്ട് സന്തോഷമായിട്ട്. ആദ്യഘട്ടത്തിൽ 5 വീടുകളാണ് നിർമ്മിക്കുന്നത്. ഓണത്തിന് മുമ്പ് അത് പൂർത്തീകരിച്ച് അവർക്ക് താമസിക്കാൻ കഴിയണം എന്നുള്ള താല്പര്യത്തോടുകൂടി ഞങ്ങളിത് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. കൊച്ചിയിലെ അസറ്റ് ഫൗണ്ടേഷനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. നിർമ്മാണം പൂർത്തിയാക്കി വീടുകൾ ഉടൻ കൈമാറാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് അസറ്റ് ഫൗണ്ടേഷൻ ചെയർമാൻ സുനിൽകുമാർ V പറഞ്ഞു. വളരെ കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയോടുകൂടിയിട്ട് കൃത്യമായിട്ടുള്ള സമയത്തിനുള്ളിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാ ലീഗൽ കാര്യങ്ങളും കൃത്യമായി നിർവഹിച്ചുകൊണ്ട് തന്നെ ഈ ചാരിറ്റി കർമ്മത്തിൽ പങ്കാളികളാവാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. തൃശൂർ, വയനാട് ജില്ലകളിലെ വീടുകളുടെ നിർമ്മാണോദ്ഘാടനം അടുത്ത ദിവസങ്ങളിൽ നടക്കും. ന്യൂസ് ഡെസ്ക് 24. വീണ്ടും ഒരു പൂരക്കാലമെത്തി. തൃശൂർ പൂരത്തിന് അനുഭവങ്ങൾ കോർത്തിണക്കിയ ഒരു ഗാനം ഒരുക്കിയിരിക്കുകയാണ് നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടിയും സംഘവും. ഇലഞ്ഞിത്തറ മേളത്തിൽ തുടങ്ങി ഉപചാരം ചൊല്ലി പിരിയുന്നതുവരെയുള്ള ആചാരങ്ങളും പൂരം കാണാൻ കൊതിക്കുന്ന സ്ത്രീ മനസ്സുമാണ് പ്രമേയം. താളം മുറുകണ മേളം മുറുകണ
പുരുഷന്മാർ കൈയടക്കി വച്ചിരുന്ന പൂരപ്പറമ്പുകൾക്ക് മാറ്റം സംഭവിച്ചു തുടങ്ങിയെങ്കിലും ഇനിയുമേറെ മുന്നോട്ടു പോകാനുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഗാനം. എന്തിട്ട് നീ പറയണത്? നല്ല തിക്ക് നിരക്കുണ്ടാവും പൂരത്തിന്. പെൺകുട്ടികൾ വീട്ടിലിരുന്ന് ടി വിയിൽ കണ്ടാൽ മതി പൂരമൊക്കെ. ഞങ്ങൾക്കും കാണേണ്ട തൃശൂർ പൂരം എന്ന ചോദ്യമാണ് ഗാനത്തിലുടനീളം. തെക്കോട്ടിറക്കവും കുടമാറ്റവും എന്ന് വേണ്ട, പൂരാവേശവും പാട്ടിലുണ്ട്. അപ്പം ഞങ്ങളെപ്പോലെയുള്ള സ്ത്രീ സമൂഹത്തിന് ഏറ്റവും സ്വതന്ത്രമായിക്കൊണ്ട് പൂരം കാണാനുള്ള വലിയൊരു മോഹം എങ്ങനെയാണോ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത്, അത് തീർച്ചയായും നമ്മുടെ ആൽബത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സന്ദീപ് മുണ്ടൂരിന്റെ വരികൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് സുരേഷ് പാവനിയാണ്. നാസർ മാലി ഓർക്കസ്ട്രേഷൻ, വിനീഷ് വിശ്വനാഥനാണ് ദൃശ്യാവിഷ്കാരം. ഇക്കുറിയും പൂരം കാണാൻ ജനാരവത്തിനൊപ്പം ഉണ്ടാകുമെന്ന് പ്രസീത ചാലക്കുടി. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ KG ജയൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. തൃപ്പൂണിത്തുറയിലെ വസതിയിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ കൊച്ചിയിൽ നടക്കും. ചലച്ചിത്ര താരം മനോജ് K ജയൻ മകനാണ്. 2019 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. 1991 സംഗീത നാടക അക്കാദമി, 2013 ഹരിവരാസനം പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അനശ്വരമായ അയ്യപ്പ ഭക്തിഗാനങ്ങളിലൂടെ മലയാളിയുടെ മനസ്സ് കവർന്ന ഗായകനായിരുന്നു KG ജയൻ. ജയവിജയന്മാർ എന്നറിയപ്പെട്ട KG ജയനും KG വിജയനും ചടുലമായ ആലാപന ശൈലിയിലൂടെയാണ് ആസ്വാദകരുടെ മനം കവർന്നത്. KG വിജയന്റെ കാല നിര്യാണത്തിന് ശേഷവും സംഗീത രംഗത്ത് KG ജയൻ തുടർന്നു. ശ്രീകോവിൽ നട തുറന്നു, ശ്രീകോവിൽ നട തുറന്നു, പൊന്നമ്പലത്തിൽ ശ്രീകോവിൽ. ഗാനങ്ങളിലെ വരികളുടെ മാറ്റുകൂട്ടുന്ന ശ്രേഷ്ഠമായ ചടുലമായ ആലാപന ശൈലിയായിരുന്നു ജയവിജയന്മാരുടെ സംഗീതത്തിന്റെ വൈശിഷ്ട്യം. ആലാപന ശൈലിയാൽ ഗാനങ്ങൾക്ക് സവിശേഷമായ ഒരു ചാരുത നൽകിയിരുന്നതിലായിരുന്നു ഇവരുടെ വിജയം. കേരളത്തിലെ ഭക്തിഗാന സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാരായി ഇരുവരും മാറാൻ അധികകാലമെടുത്തില്ല. നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപമൊരുങ്ങി. ഇരുവരും ചേർന്ന് ആദ്യമായി ഈണം നൽകിയ ഇഷ്ടദൈവമേ സ്വാമി അയ്യപ്പ എന്ന ഗാനം ഹിറ്റായി. 1961 P. ലീലയാണ് ഗാനം ആലപിച്ചത്. ഒരു സ്ത്രീ ആദ്യമായി പാടുന്ന ഭക്തിഗാനമായിരുന്നു ഇത്. യേശുദാസ് ആദ്യമായി പാടിയ അയ്യപ്പ ഭക്തിഗാനമായ ദർശനം പുണ്യദർശനം, P. ജയചന്ദ്രൻ പാടിയ ശ്രീ ശബരീശ ദീനദയാല, ജയവിജയന്മാർ തന്നെ ഈണം നൽകി ആലപിച്ച ശ്രീകോവിൽ നട തുറന്നു എന്ന് തുടങ്ങി എത്രയോ അനശ്വര ഗാനങ്ങൾ. ജയവിജയന്മാരുടെ സംഗീതയാത്ര ഉന്നതികളിൽ നിൽക്കുമ്പോഴാണ് ആകസ്മികമായി വിജയൻ മരണമടഞ്ഞത്. സഹോദരന്റെ അകാല നിര്യാണത്തിന് ശേഷവും ജയൻ ഭക്തിഗാന രംഗത്ത് തന്നെ നിലകൊണ്ടു. സഹോദരന്റെ വിയോഗത്തിന് ശേഷം KG ജയൻ ഒറ്റയ്ക്ക് സംഗീത സംവിധാനം നിർവഹിച്ച കൃഷ്ണഭക്തിഗാന സമാഹാരമാണ് മയിൽപീലി. രാധതൻ പ്രേമത്തോടാണോ, ചന്ദന ചർച്ചിത, അണിവാകച്ചാർത്തിൽ ഞാൻ തുടങ്ങി ഇതിലെ എല്ലാ ഗാനങ്ങളും അനശ്വര ഹിറ്റുകളായി. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ, ഞാൻ പാടും ഗീതത്തോടാണോ. മലയാളത്തിൽ 19 സിനിമകൾക്കും തമിഴിൽ 4 ചിത്രങ്ങൾക്കും ഈണം നൽകി. ഭൂമിയിലെ മാലാഖ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ആദ്യം സംഗീതം ചെയ്തത്. പിന്നീട് കുരുതിക്കളം, സ്നേഹം, പിച്ചിപ്പൂ, നിറകുടം, തെരുവുഗീതം തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങൾ. നിറകുടത്തിലെ നക്ഷത്രദീപങ്ങൾ തിളങ്ങി, തെരുവുഗീതത്തിലെ ഹൃദയം ദേവാലയം തുടങ്ങിയവ മലയാളത്തിലെ നിത്യഹരിത ഗാനങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു. ചലച്ചിത്ര താരമായ മനോജ് K ജയനും ബിജു K ജയനുമാണ് KG ജയന്റെ മക്കൾ. പരേതയായ അധ്യാപിക സരോജിനിയാണ് ഭാര്യ. 2019 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. റിസർച്ച് ഡെസ്ക് 24. ഇനി ചില വാർത്തകൾ വേഗത്തിൽ. പത്മജ വേണുഗോപാൽ BJP-യിൽ പോകാൻ പാടില്ലായിരുന്നുവെന്ന് നടൻ ധർമ്മജൻ ബോൾഗാട്ടി. തോട്ടിൽ ചാടിയാലും BJP-യിൽ പോകരുതായിരുന്നുവെന്നും ധർമ്മജൻ. ഫോർട്ട് കൊച്ചിയിൽ പലസ്തീൻ ഐക്യദാർഢ്യ ബോർഡുകൾ നശിപ്പിച്ച നിലയിൽ വിദേശ വനിതയ്ക്കെതിരെ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പരാതി നൽകി. കോഴിക്കോട് NIT-ക്ക് സമീപത്ത് നിന്ന് ബൈക്ക് മോഷ്ടിച്ച കേസിലെ പ്രതി പിടിയിൽ. പെരിങ്ങളം സ്വദേശി മുജീബാണ് പിടിയിലായത്. തൃശൂർ മുള്ളൂർക്കരയിൽ താൽക്കാലിക ഷെഡ് തകർന്നു വീണ് മധ്യവയസ്ക മരിച്ചു. മുള്ളൂർക്കര സ്വദേശി ശാന്തയാണ് മരിച്ചത്. വാർത്താമഴ പൂർത്തിയാകുന്നു.